ഈ ലൈഫ് ചില സമയത്ത് നല്ല കോമഡിയാണ്. പണ്ട് എവിടൊക്കെയോ വെച്ച് നമ്മൾ മറന്നുപോയ നമ്മുടെ സ്വപ്നങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് പറയും, ദേ ഇത് അവിടെ വെച്ച് മറന്നതല്ലേ, ഇപ്പോൾ എടുത്തോന്ന്. അങ്ങനെ ഞാൻ മറന്നുപോയൊരു സ്വപ്നമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹായ്, ഐ എം സ്നേഹ. ലൈഫ് എല്ലാവരും പോലെ ജീവിച്ചു തീർക്കാതെ എനിക്കിഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കണമെന്ന് അഹങ്കാരം പിടിച്ച ഒരാഗ്രഹമായി ജീവിക്കുന്ന ഒരാൾ. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ. എന്നാൽ ജീവിച്ച് തീർന്നതിന് മുന്നേ കുറച്ചെങ്കിലും ലോകം കാണണമെന്നുള്ള ഒരു ചെറിയ വലിയ സ്വപ്നം എനിക്കുണ്ട്. ആ സ്വപ്നത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ഈ ജോർജിയൻ ട്രിപ്പ്. സ്വന്തമായി അധ്വാനിച്ച് സേവിങ്സ് കൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സോളോ ട്രിപ്പ് പോയി തന്നെ എൻ്റെ സ്വപ്നം ജീവിച്ച് തുടങ്ങണമെന്ന് ആർക്കോ ഒരു വാശി ഉണ്ടായിരുന്ന പോലെ. ഇനിയും പഠിക്കാത്ത കുറേ പാഠങ്ങൾ പഠിക്കാനും ആരെയും കാത്തു നിൽക്കാതെ ഇതുപോലുള്ള സ്വപ്നങ്ങളുടെ പുറകെ പോകാനൊക്കെ വേണ്ടിയായിരിക്കും അത്. ഇത് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. വെറും 4 ദിവസം കൊണ്ട് ജോർജിയ എന്നുള്ള കൺട്രി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നടപടിയാവുന്ന കേസല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുത്തായിസി എയർപോർട്ടിൽ വന്നിറങ്ങിയ എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ബത്തൂമി ആയിരുന്നു, ദ കോസ്റ്റൽ ഏരിയ ഓഫ് ജോർജിയ. പ്രതീക്ഷിക്കാതെ കിട്ടിയ മഴ ചെറിയ പണിയായിട്ട് തോന്നിയെങ്കിലും ആ പണിക്കും ഒരു ഭംഗിയുണ്ടായിരുന്നു. ഒരു പഴയ യൂറോപ്യൻ കൺട്രി ഒരു ചെറിയ മഴയൊക്കെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് വേറെ തന്നെ ഒരു വൈബാണേ. ഇത് റെയിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. എൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം വെള്ളത്തിലാണ്. സ്പെഷ്യൽ എനിക്ക് ഷൂട്ട് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് എ മെമ്മറി ഫോർ മീ. ഇവൻ ദോ നിങ്ങളാരും കണ്ടില്ലെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ പ്രൈവറ്റ് മെമ്മറി. സോ ഐ മീൻ ഭയങ്കര ഫ്രീസിങ് ആട്ടോ. എനിക്ക് എൻ്റെ കൈയ്യെല്ലാം തണുത്ത് ഐസ് ആയിട്ടുണ്ട്. ബത്തൂമി സിറ്റി ഫുള്ള് ഞാൻ നടന്നിട്ടാണ് എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് അത് വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലാണെങ്കിലും ഓൾമോസ്റ്റ് സിറ്റിയുടെ നടുക്കാണ്. അപ്പോൾ അവിടുത്തെ മേജർ അട്രാക്ഷൻസ് ഒക്കെ എനിക്കൊരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ മാക്സിമം അത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബ്ലാക്ക് സാൻഡ് ബീച്ചസിന് പേര് കേട്ട ഒരു സ്ഥലം കൂടാണ് ബത്തൂമി. ഈ പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. ഇത്രയും രസമുള്ള പെബിൾസൊക്കെ നിറഞ്ഞൊരു ബീച്ച്, ആ ബീച്ച് സറൗണ്ട് ചെയ്യുന്ന സ്നോയി മൗണ്ടെയ്ൻസ്, ഹൗ കൻ ഐ മിസ് ഓൾ ദിസ്? പിന്നെ അവിടുത്തെ ഫേമസ് അലി നിന്നോ സ്റ്റാച്ചു. ഇതൊരു മൂവിങ് സ്റ്റാച്ചു ആണ്, പക്ഷെ മഴ ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാനാണ് എൻ്റെ യോഗം. ബട്ട് ലുക്ക് അറ്റ് മീ, ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എവർ ബീൻ ദിസ് ഹാപ്പി. അടുത്ത നമ്മുടെ സ്പോട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു മക്ഡൊണാൾഡ്സ് ആണ്. നിങ്ങളിൽ കുറച്ച് ആളെങ്കിലും ഇതൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഫാൻസിയസ്റ്റ്. അതാണ് ഈ മക്ഡൊണാൾഡ്സിൻ്റെ പ്രത്യേകത. ഇത്രയും മഴയൊക്കെ നനഞ്ഞ് വെറും 3 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു ചൂട് കാപ്പി കുടിക്കാൻ, അതും ഇത്രയും ഭംഗിയുള്ളൊരു ഗാർഡൻ സെറ്റപ്പിൽ, നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഏതാണ്ട് 5 മണിക്ക് ടിബിലിസി സിറ്റിയിലോട്ടുള്ള എൻ്റെ ട്രെയിൻ എത്തുന്നവരെ ബത്തൂമി സിറ്റി കറങ്ങി നടക്കാൻ എനിക്ക് ടൈമുള്ളതുകൊണ്ട് അടുത്തുള്ള ചെറിയൊരു ഷോപ്പിംഗ് മോൾ ഞാൻ ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ സ്ഥിരം കാണാറുള്ള പോലെ അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയ സ്പോട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് മേജർ അട്രാക്ഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് ട്രിപ്പൊന്നും അല്ലായിരുന്നു ഇത്. പക്ഷെ ഞാൻ എവിടെയോ കേട്ട പോലെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബീയിങ് പെർഫെക്റ്റ്, ഇറ്റ്സ് അബൌട്ട് സ്റ്റാർട്ടിങ്. പെർഫെക്ഷൻ കംസ് ലേറ്റർ. സ്ഥലങ്ങൾ കാണുക എന്നതിന് മുകളിൽ ഈ ട്രിപ്പ് എനിക്ക് തന്ന സ്ട്രെങ്ത്ത്, അതായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ നടക്കണേ എന്ന ചോദ്യമൊക്കെ വരുമ്പം അതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് ഞാൻ വന്നേക്കണേ. ഇവിടെ വന്നാൽ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പകരം ആൾ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, എന്തിനാ പേടിക്കണേന്ന്. ഇറ്റ്സ് ദാറ്റ് ഈസി. റാൻഡോ ആയിട്ട് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ചർച്ചാണ് ഇതെങ്കിലും നല്ല രസമായിരുന്നു ആ പള്ളിയുടെ ഇൻറ്റീരിയറൊക്കെ കാണാൻ. പുറത്തെ മഴയുടെ സൗണ്ടും കത്തിച്ച് വെച്ചേക്കുന്ന കാൻഡിൽസും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന ഓരോ പ്രേയേഴ്സൊക്കെ ആയിട്ട് ആകെ ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഏതാണ്ട് ഒരു 1898 പണി കഴിപ്പിച്ച ഒരു ഓർത്തഡോക്സ് ചർച്ചാണിത്. അല്ലെങ്കിൽ ഈ പഴയതെന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഭംഗിയായിരിക്കും അല്ലേ. ഹോളി മദർ വെർജിൻസ് നേറ്റിവിറ്റി കത്തീഡ്രൽ, അതാണ് ഈ പള്ളിയുടെ പേര്. ഏകദേശം ഒരു 1/2 മണിക്കൂർ അവിടെ ഇരുന്ന് എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പരെ അത്യാവശ്യം ബോറടിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പുറത്ത് മഴ വിടുന്ന ലക്ഷണമില്ല, പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല എന്നൊരു മൈൻഡും വെച്ച് ഞാനങ്ങ് നടന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ യൂറോപ്യൻ സിറ്റി, ചെറിയ മഴ, തണുപ്പ്, എല്ലാം കൂടെ ഞാനേതോ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്താണെന്ന് തോന്നിപ്പോയി. ലഞ്ച് കഴിക്കാമെന്നുള്ളതായിരുന്നു അടുത്ത നമ്മുടെ പരിപാടി. ഗൂഗിളൊക്കെ നോക്കി അത്യാവശ്യം റിവ്യൂ ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് ഞാൻ തപ്പിപ്പിടിച്ചു. നമ്മളിപ്പോൾ
ഞാനിപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചാൽ ഇറ്റ്സ് വെരി കോസി ആൻഡ് കംഫർട്ടബിൾ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നില്ല, ബട്ട് ഞാൻ പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് പുറത്ത് ഒത്തിരി ഇറങ്ങാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. വിശക്കുന്നില്ല. സോ ഐ ജസ്റ്റ് ഓർഡർഡ് സൂപ്പ്. നല്ലൊരു ചൂട് സൂപ്പ് കുടിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ലൈറ്റിങ്സ് എല്ലാം അടിപൊളിയാണ്. ഞാൻ ആക്ച്വലി ഇൻസൈഡാണ് ഇരുന്നത്, പക്ഷേ ഈവൻ ദോ എനിക്ക് പുറത്തിരിക്കാൻ ഒരു ചെറിയ ആഗ്രഹം. നല്ല തണുപ്പുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രാന്തിന് ഞാൻ പുറത്തിരിക്കുവാണ്. ഞാൻ ചിക്കൻ സൂപ്പാണ് പറഞ്ഞത്. എന്താ നല്ല ഇവൻ്റെ ഒതൻറ്റിക് ഒരു സൂപ്പ്. അതൊന്ന് മുറിച്ചിടാൻ മേലായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നല്ല റിച്ചാണ്, വെജിറ്റബിൾസ്, റൈസ് എന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ വിശപ്പ് മാറാനുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. സോ cheers. അങ്ങനെ ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ ഇറങ്ങി തിരിച്ച ഈ ട്രിപ്പ് ഇനി ചെന്ന് നിൽക്കാൻ പോകുന്നത് ജോർജിയയുടെ ക്യാപിറ്റലായ ടിബിലിസിയിലാണ്. ഹോസ്റ്റലിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് ഒരു ബോൾട്ട് ക്യാബും ബുക്ക് ചെയ്ത് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വെച്ച് പിടിച്ചു. പത്തുമണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ 4:55-നാണ്. ഞാൻ ഇനി കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ആൻഡ് വൺ തിങ്, ഓൺ ദ അതർ സൈഡ് ദർ ഇസ് കടൽ. വരുന്ന വഴിക്ക് ടാക്സിയിൽ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫോണിലത് ക്യാപ്ചർ ചെയ്യാൻ ഒത്തിരി പോസിബിൾ അല്ലായിരുന്നു. സോ ഞാൻ കണ്ടു സ്നോവി മൗണ്ടെയ്ൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ലിറ്ററലി നല്ല നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് സംഭവങ്ങൾ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. ഇതാണ് എൻട്രൻസ്. ഹോപ്പ്ഫുള്ളി ടിക്കറ്റ്സ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ് പ്ലസ് ടിക്കറ്റ് കാണിച്ചാൽ മതിയാവുമായിരിക്കും. നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന വഴിയാണ്. ട്രെയിൻ 4:55-നാണെങ്കിൽ ആൾക്കാരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ട്രെയിൻസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും സീറ്റിംഗ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. ബത്തൂമി ടു ടിബിലിസി പോകുന്ന ഈ ഒരു 5 hour ട്രെയിൻ ജേണിക്ക് ഞാൻ പേ ചെയ്തത് അറൗണ്ട് ഒരു 35 ലാരി ആയിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആണ്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുന്നതുകൊണ്ടേ പുറത്തെ കാഴ്ചകളൊന്നും എനിക്കത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ പോകുന്ന ഈ 5 hour ജേണിയിൽ ഈ വെള്ളം പുതച്ച് കിടക്കണ, മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കണ്ടായിരുന്നു. രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടിബിലിസി സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് നമ്മുടെ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലേക്ക് പോകാന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഐ ഹാഡ് ടു യൂസ് ബോൾട്ട് ആപ്ലിക്കേഷൻ. അങ്ങനെ ബുക്ക് ചെയ്ത ടാക്സിയൊക്കെ പിടിച്ച് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിൽ ഞാൻ എത്തി. ഓൾഡ് തിബിലിസിയിലെ ബ്രൂച്ച് ഹോട്ടലിലാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഓക്കെ, സോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു ഗായ്സ്. ഞാൻ ഓഫ് കോഴ്സ് വി ഹാവ് എ ബാൽക്കണി. അടിപൊളി, ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ നല്ല തണുപ്പുണ്ട്. സോ ഞാൻ പതുക്കെ റൂമിൽ കയറട്ടെ. നമുക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദ ഫസ്റ്റ് ടൈം ഐ എം ഹാവിങ് സച്ച് എ ബിഗ് റൂം ജസ്റ്റ് ഫോർ മൈസെൽഫ്. ഐ ആം സോ ഹാപ്പി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയാണ്? ഒരു 11 മണി 11:30 റേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ റൂമിൽ വന്നു, ഫ്രഷായി. പറഞ്ഞൊന്നും ചെയ്യുന്നില്ല, കിടന്നുറങ്ങിയാൽ മതി. നാളെ രാവിലെ ഞാൻ എണീക്കും നേരത്തെ എന്തായാലും. ഓക്കെ, വി ഹാഡ് സം ബാഡ് എക്സ്പീരിയൻസസ്. ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് പക്ഷേ എന്താ പറയുക, നല്ല ഒരു മെമ്മറി ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇനി വരാൻ പോകുന്ന ഡേയ്സ് ആണെങ്കിലും ഞാൻ ഒരിക്കലും ഞാനായിട്ടതിന് ചെയ്യുമെന്ന് വിചാരിച്ചൊരു സംഭവമൊന്നുമല്ല. ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് വെൻറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഞാൻ വിചാരിച്ച പോലെ പണിയൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞ പോലെ ബത്തൂമിയിൽ വെതർ കുറച്ച് അലമ്പായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വിട്ടുകൊടുക്കുക റെഡിയെല്ലാം എത്തിയിട്ട് ഞാൻ മഴയാണെങ്കിലും ഞാൻ ഫുള്ള് അത്യാവശ്യം എനിക്ക് കാണേണ്ടതെല്ലാം ഞാൻ കവർ ചെയ്തു.
ട്രെയിൻ യാത്ര ട്രെയിൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ട്രെയിനിലെ പാസഞ്ചേഴ്സ്, ഐ മീൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് കുറച്ച് അലമ്പായിരുന്നു. ലൈക്ക് അവർ ഡ്രിങ്കിങ്ങും കാര്യങ്ങളും, അവർ ആൽക്കഹോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പാസഞ്ചേഴ്സിനും എല്ലാവർക്കും കൊടുത്ത് അവരാകെ കുറച്ച് മെസ്സി ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആൻഡ് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല. സോ ഇന്ന് ഞാൻ നല്ലപോലെ ഉറങ്ങണം. നാളെ കുറേ നടക്കാനും കുറേ കറങ്ങാനൊക്കെ ഉള്ളതാണ്. നാളെ ഒരു ദിവസമാണ് ഞാൻ ടിബിലീസിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഓൾഡ് ടൗൺ ആണ്, എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ കൾച്ചറൊക്കെ കവർ ചെയ്യാനാണ് ഇഷ്ടം. സോ ഞാൻ ഓൾഡ് ടൗൺ ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ച് സംഭവങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ നടന്ന് തന്നെ കാണും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നാളെ ഈവനിങ് ആയിരിക്കും നമ്മൾ ഗോദാവരിയിലോട്ട് പോന്നിട്ട് സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി സെലിബ്രേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് മീ. ആൻഡ് ഞാൻ എനിക്ക് കൊടുക്കുന്നൊരു ബർത്ത്ഡേ പ്രസൻ്റ് ആണ് ആക്ച്വലി ട്രിപ്പ്. സ്നോ കാണണം, ദാറ്റ് ഈസ് ദ ബർത്ത്ഡേ പ്രസൻറ്റ്. അപ്പം അത് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ലൈക്ക് നാളെ ഈവനിങ്. ഐ എം സോ എക്സൈറ്റഡ്. പ്ലസ് വരുന്ന വഴിക്ക് ഞാൻ കുറേ സ്നോ കണ്ടായിരുന്നു. ആ വിൻഡോ ക്ലിയർ അല്ലെങ്കിൽ പോലും ഐ കുഡ് സീ സ്നോ കവർ ചെയ്ത് കിടക്കുന്ന കുറേ സ്പോട്ടൊക്കെ കണ്ടു. ആൻഡ് ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. എന്താണെന്ന് അറിയത്തില്ല, ഉള്ളിൽ ഇങ്ങനെ സന്തോഷം തള്ളി വരുമായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പം നാളത്തെ വിശേഷം നാളെ. ബൈ ബൈ.